ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ജാമ്യം നൽകിയിരിക്കുന്നു. മറ്റു പ്രതികളായ മുരാരി ബാബു, ശ്രീകുമാർ, സുധീഷ് കുമാർ തുടങ്ങിയവർക്ക് കുറച്ച് ദിവസം മുന്നേ ജാമ്യം ലഭിച്ചു. ബാക്കിയുള്ള പ്രതികളായ എ പത്മകുമാർ, വാസു, ബൈജു തുടങ്ങിയവർക്ക് വരും ദിവസങ്ങളിൽ ജാമ്യം ലഭിക്കുകയും ചെയ്യും. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കണ്ടെത്തിയതും അതിനുള്ള അന്വേഷണ സംഘത്തെ രൂപീകരിച്ചതും എല്ലാം ഹൈക്കോടതിയാണെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. 90 ദിവസമായിട്ടും അന്വേഷണ സംഘം മനഃപൂർവ്വം കോടതിയിൽ കുറ്റപത്രം നൽകാത്തത് കൊണ്ടാണ് ഇവർക്കെല്ലാം സ്വാഭാവിക ജാമ്യം കിട്ടി ഇവരെല്ലാം പുറത്തു പോകുന്നത്. അതായത് ഈ SITയിലെ എല്ലാ അംഗങ്ങളും കേരള പോലീസിലെ ഉദ്യോഗസ്ഥരാണ്. അപ്പോ ഇവർക്ക് ആരുടെയെല്ലാം സമ്മർദ്ദങ്ങൾ ഉണ്ടാവുമെന്നത് നമുക്ക് ആലോചിച്ചാൽ അറിയാവുന്നതല്ലേ. ചുരുക്കി പറഞ്ഞാൽ 41 ദിവസത്തെ കഠിന വ്രതമെടുത്ത് അയ്യനെ കാണാനെത്തുന്ന വിശ്വാസികളുടെ കാണിക്കയിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത ശബരിമലയിലെ അമൂല്യ സ്വർണ്ണനിധികൾ മുക്കിയവരെ ചിലർ ചേർന്ന് സംരക്ഷിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, അയ്യപ്പന്റെ സ്വർണം കട്ടവരോ അതിന് കൂട്ടുനിന്നവരോ ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് മാത്രമല്ല, അവരുടെ തലമുറകൾ പോലും നശിച്ച് നാറാണക്കല്ലെടുക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല.